മയ്യത്ത്. രചന ഷക്കീർ AMS അറക്കൽ. അവതരണം ഷാഹുൽ മലയിൽ. ഹംസാക്ക മരിച്ചു. സൗദി അറേബ്യയിൽ നിന്ന് വന്ന ആ കോളിന് ഒരു ജന്മം മുഴുവൻ കൊണ്ട കാറ്റിന്റെയും കോളിന്റെയും കെടുതിയുടെയും ദുരിതം പേറിക്കൊണ്ടുള്ള വാർത്തയായിരുന്നു. കേട്ടവരും പറഞ്ഞറിഞ്ഞവരും പെരിങ്ങോട്ടുകര വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒന്നുമറിയാതെ മൂത്തുമ്മ വന്നവരെയെല്ലാം അന്താളിപ്പോടെ നോക്കി നിന്നു. പട്ടിണി കാഞ്ഞ വയറിലേക്ക് അന്നം തേടിപ്പോയ മൂത്തമകൻ മരിച്ചു എന്ന് മാത്രം ആരും പറഞ്ഞില്ല. വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രം ആരോ പറഞ്ഞു. പെറ്റ വയറിന് അപകടവും മരണവും ഒന്നു തന്നെയെന്ന് ആർത്തലച്ച് വീണ ആ ഉമ്മയുടെ അബോധത്തിൽ നിന്ന് പിന്നീട് ആരോ വായിച്ചെടുത്തു. മരണം അനിവാര്യമായത് വളരെ നേരത്തെ സംഭവിച്ചിരിക്കുന്നു. മരിക്കുന്നതിനേക്കാൾ ഭീകരമാണ് മയ്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇരവിലും പകലിലും ജലപാനം പോലും ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന കുടുംബം കാത്തിരിക്കാൻ വിധിക്കപ്പെടുകയായിരുന്നു. അറബ് നാട്ടിലെ മരണം ശരിക്കും ജീവിതം അവസാനിപ്പിക്കുന്നവർക്ക് പോലും വെല്ലുവിളിയാണ്. മണ്ണിൽ അലിഞ്ഞു മോക്ഷം കിട്ടാൻ ദൈവവിധിയേക്കാളുപരി മനുഷ്യവിധികൾ സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെ സൃഷ്ടിക്കുന്നു. അപകടമരണമാണ്. ശരിയായ കടലാസുകളില്ലെങ്കിൽ അവിടെ തന്നെ മണൽക്കാടിന്റെ കൊടും ചൂടിൽ അടക്കം ചെയ്യപ്പെടണമെങ്കിൽ പോലും നൂലാമാലകളേറെയാണ്. മുംബൈയിൽ നിന്നും 3 പതിറ്റാണ്ട് മുമ്പ് ഒരു ട്രാവൽസ് മുഖേന സൗദിയിലേക്ക് പോകുമ്പോൾ ഹംസക്ക ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ യാത്ര അത്രയും ഭീകരമായി തീരുമെന്ന്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാവാം അദ്ദേഹം അവിടെ എത്തിപ്പെട്ടത്. പിന്നീട് മണലാരണ്യത്തിന്റെ കൊടും ചൂടിന്റെ യാതനകളായിരുന്നു തുടർന്ന് അദ്ദേഹം എഴുതി തീർത്തത്. ഓഫീസ് ബോയ് എന്ന പൊയ് വിസ ഒട്ടകത്തിന്റെ മേച്ചിൽ സ്ഥലമായത്. അമ്മയെ വരെ വിറ്റ് കാശാക്കുന്നവന്റെ കുതന്ത്രമായിരിക്കും മനുഷ്യനെ മാടാക്കി മാറ്റുന്നവന്റെ കിരാത വാഴ്ച. ആഹാരവും ജീവിതവും നിലനിൽപ്പിനെ തന്നെ ഹനിക്കുമെന്ന തിരിച്ചറിവിലാവാം ഹംസക്ക ആ കാട്ടറബിയിൽ നിന്നും ഒളിച്ചോടിയത്. പിന്നീട് ഒരു സാധാരണ അറബിയുടെ കൂടെയായിരുന്നു ജോലി. അറബിയുടെ വീടിനോട് ചേർന്ന ബേക്കറിയിൽ കയ്യാളായി. ആത്മാർത്ഥത ആവോളമുള്ളവർക്ക് മറഞ്ഞിരിക്കുന്നത് മരണമാണെന്ന് പിന്നീട് എഴുതാൻ ഹംസക്കാക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പതിവ് പോലെ അന്നും നേരത്തെ എഴുന്നേറ്റു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളത്തിന്റെ വലിയ സംഭരണി അത് വൃത്തിയാക്കണം അറബിയുടെ ഉത്തരവാണ്. ടാങ്കിനോട് ചേർന്ന് തന്നെയാണ് മോട്ടോറും ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് പഴക്കമുള്ള മോട്ടോറും വൈദ്യുതി ബന്ധവും ഉയർന്ന തലത്തിലുള്ള വൈദ്യുതി ശക്തിയും. മോട്ടോർ സ്വിച്ച് സൗകര്യാർത്ഥം താഴെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ടാങ്കിലിറങ്ങി അടിയിലൂറിയ മണലാരണ്യത്തിലെ കുറുകിയ ചെളി കുത്തിക്കലക്കി ബക്കറ്റിൽ കോരി മുകളിലേക്ക് കൊടുക്കണം. സഹപ്രവർത്തകൻ ടാങ്കിന് വെളിയിൽ പരിശ്രമത്തിലാണ്. അവസാന ശുദ്ധികലശമായി വെള്ളമൊഴിച്ച് ഒന്നുകൂടി വൃത്തിയാക്കണം. മോട്ടോർ പ്രവർത്തിക്കാനായി സഹപ്രവർത്തകൻ താഴേക്ക് പോയി. മരണം അവിടെ പതിയിരിപ്പുണ്ടായിരുന്നു. പഴകിയ വൈദ്യുതി ബന്ധത്തിന്റെ ചോർച്ച ഏവരും നോക്കി നിൽക്കെ ഹംസാക്ക പിടഞ്ഞു മരിക്കുകയായിരുന്നു. മരണത്തെക്കാൾ ഭീകരമായിരുന്നു പിന്നീടുള്ള മയ്യത്ത് സംസ്കരണം. പാസ്പോർട്ടും വിസയുമില്ല. ആദ്യം ജോലി ചെയ്ത അറബിയുടെ അഡ്രസ്സില്ല. നിയമങ്ങൾ വിറങ്ങലിച്ച ജഡത്തെ മോർച്ചറിയിൽ ഖബറടക്കി കാത്തുനിന്നു. അറബ് നിയമങ്ങൾ ഒന്നൊന്നായി മയ്യത്തിനെ പൊതിഞ്ഞ് യാത്ര തടസ്സപ്പെടുത്തി. നീണ്ട 2 മാസം തീ നിന്നുകൊണ്ട് ഉമ്മയും സഹോദരങ്ങളും നാട്ടിൽ കാത്തിരിപ്പ് തുടർന്നു. ഇന്ന് വരും, നാളെ വരും. ജീവിതത്തിനും മരണത്തിനുമിടയിലെ ദൂരം അതെത്രയെന്ന് അന്നവർ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കാം. അവർ കാത്തിരുന്നു. ഫോറിൻ അത്തരം ഉടയാടുകളുമായി ഹംസക്ക വരുമെന്ന് പ്രതീക്ഷിച്ചവർ ഹംസക്കാക്ക് വേണ്ടി അത്തറും വെള്ളത്തുണിയും വാങ്ങി കാത്തിരുന്നു. മരണവണ്ടിയുടെ സൈറണും കാതോർത്ത് നെഞ്ചിലെരിയുന്ന തീയുമായി ഹംസക്കയുടെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള തിളക്കുന്ന വെള്ളപാത്രം പോലെ അതിന്റെ മർമ്മരങ്ങൾ വ്യക്തമായി പുറത്ത് കേൾക്കാമായിരുന്നു. രചന ഷക്കീർ AMS അറക്കൽ. അവതരണം ഷാഹുൽ മലയിൽ.